ശബരിമലയെ ഭക്തിസാന്ദ്രമാക്കി മണ്ഡലപൂജ. ശരംകുത്തി മുതൽ സന്നിധാനം വരെ ഭക്തരുടെ നീണ്ട നിര. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് ശേഷം ഇന്ന് നടയടയ്ക്കും. മകരവിളക്കിനായി ഈ മാസം 30-ന് നട തുറക്കും. പരിമിതികൾക്കിടയിലും നല്ല നിലയിലാണ് ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടനം സമാപിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വ്രതശുദ്ധിയോടെയുള്ള 41 ദിവസത്തെ മണ്ഡല തീർത്ഥാടന കാലത്തിന് ഇന്ന് സമാപനമാകും. അയ്യപ്പന് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ. കലശാഭിഷേകത്തിനും കളഭാഭിഷേകത്തിനും ശേഷം മണ്ഡലപൂജ ചടങ്ങുകൾ. ഇന്നലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോടെ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചു. പരിമിതികൾക്കിടയിലും മികച്ച മണ്ഡല തീർത്ഥാടന കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിനായി കൂടുതൽ സജ്ജീകരണം ഏർപ്പാടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് രാത്രി 10:50 ഹരിവരാസനം പാടി അടക്കുന്ന ക്ഷേത്രനട മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30-നാണ് തുറക്കുക. ജനുവരി 13-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടും. ജനുവരി 15-നാണ് മകരവിളക്ക്. അഭൂതപൂർവമായ ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയ മണ്ഡല തീർത്ഥാടന കാലത്തിനാണ് സമാപനമാകുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനും സമാനമായി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനമൊരുക്കുകയാണ് ദേവസ്വം ബോർഡും പോലീസും മറ്റ് സുരക്ഷാ സേനാംഗങ്ങളും. സന്നിധാനത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ.